ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോ എയർടെൽ എക്സ്ട്രീം ബോക്സും അതുപോലെ ജിയോയുടെ എക്സ്ട്രീം ബോക്സും തമ്മിലുള്ള അതിൻ്റെ കമ്പാരിസൺ കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് എൻ്റെ പ്രത്യേകതകൾ, പിക്ചർ ക്ലാരിറ്റി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. ഈ രണ്ട് സെറ്റ് ബോക്സുകളും ജിയോ ഇത് രണ്ടും ആക്റ്റീവാണ്. ഇത് രണ്ടും ഞാൻ ഈ ടി വിയിലേക്ക് ഞാൻ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിയോയുടെ റിമോട്ട് ഇതാണ്. അതുപോലെ എയർടെലിൻ്റെ റിമോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എയർടെൽ എക്സ്ട്രീമിൻ്റെ ബോക്സ്. രണ്ട് ബോക്സുകൾ നല്ല ക്വാളിറ്റിയാണ്. ഇതിപ്പോൾ എൻ്റെ ടി വി ഫുൾ എച്ച് ടി വിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടി വിയാണ്. ചെറിയ ടി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ 43 ഇഞ്ച് 32 ഇഞ്ചിൻ്റെ ടി വിയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ 4K സെറ്റ് ബോക്സുകൾ 4K ബോക്സ് എയർടെലിൻ്റെ 4K ബോക്സുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ നമ്മുടെ ഈ ചെറിയ ടി വിക്ക് സപ്പോർട്ടാകുന്ന, അതായത് ഫുൾ എച്ച് ഡി ടി വിക്ക് സപ്പോർട്ടാകുന്ന രീതിയിലുള്ള റെസൊല്യൂഷനിലേക്ക് നമ്മൾ മാറ്റേണ്ടതാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അത് ഉപയോഗിക്കുമ്പോൾ. അല്ലെങ്കിൽ സ്ക്രീനകത്ത് ഇങ്ങനെ ഈ HDMI ഒരു പൊരുവരുപ്പ്, ഗ്രെയിൻസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. എയർടെൽ എക്സ്ട്രീം ബോക്സ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പോട്ടൊന്ന് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഇത് വന്നേക്കുന്നത് നമ്മുടെ എയർടെൽ എക്സ്ട്രീമിൻ്റെ ബോക്സാണ്. നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്. രണ്ട് ബോക്സുകൾക്ക് നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്, ഒന്നും പറയാനില്ല. ഹോം അടിക്കുക. അതായത് നമ്മുടെ എയർടെലിൻ്റെ ഈ ബോക്സ് ഇതുപോലെ അഡൽട്ട് സെറ്റിങ്സിനകത്ത്, ആപ്ലിക്കേഷൻസിനകത്ത് ഇതുപോലെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡിസ്പ്ലേക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കുക. റെസൊല്യൂഷൻ നമ്മൾ ഈ പല രീതിയിലുള്ള റെസൊല്യൂഷൻസ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് 1000 ഫുൾ എച്ച് ഡിയുടെ നമ്മുടെ ടി വിയുടെ അനുസരിച്ച് നമ്മൾ റെസൊല്യൂഷൻ നമ്മൾ ചെയ്തിരിക്കണം. അതല്ലാത്ത പക്ഷം നമ്മുടെ ടി വിയിലേക്ക് നമുക്ക് ഇപ്പോൾ 4K ടി വി ആണെങ്കിൽ 4K റെസൊല്യൂഷൻ ഇടുക. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ അനുസരിച്ച് നമുക്ക് ടി വിയിൽ ഇത് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പൊരുവരുപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും. അത് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഇതിനകത്ത് ബിറ്റുകൾ, അത് നമ്മുടെ ടി വിക്ക് അനുയോജ്യമായ ബിറ്റുകൾ, അതായത് 10 ബിറ്റ് വരെ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യാം. അത് ഫുൾ എച്ച് ഡി ഒക്കെ ആകുമ്പോൾ നമുക്ക് 10 ബിറ്റ്, 12 ബിറ്റ്, 16 ബിറ്റ് ആട്ടോ അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട്. ആട്ടോ അടിച്ചിട്ടാലും മതി. അല്ലെങ്കിൽ നമ്മൾ ഈ 16 ബിറ്റൊന്നും കയറ്റിയിട്ടരുത്. അതായത് നമ്മുടെ ടി വിയുടെ റെസൊല്യൂഷൻ നമ്മുടെ ടി വിയുടെ ഫുൾ എച്ച് ഡി അല്ലെങ്കിൽ എച്ച് ഡി ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ ടി വി സ്ക്രീനിൽ കാണിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ 10 ബിറ്റ്, ഇപ്പോൾ ഞാൻ 8 ബിറ്റിനകത്താണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഈ എയർടെൽ എക്സ്ട്രീം ബോക്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ടി വിയുടെ ചാനൽസിൻ്റെ ഒന്ന് ക്ലാരിറ്റിക്ക് നമുക്ക് നോക്കാം. ടി വി ചാനൽ ഇപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്ന എയർടെൽ എക്സ്ട്രീമിൻ്റെ ബോക്സാണ്. ഇപ്പോൾ ഇനി നമുക്ക് അത് നേരെ ഇനി ജിയോയുടെ ഇതിനകത്തേക്ക് നോക്കുമ്പം മഴയിൽ മനോരമ, അത് നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്. ഇത് സൂര്യ ടി വിയാണ് കാണിക്കുന്നത്. എൻ്റെ മഴയിൽ മനോരമ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർടെൽ എക്സ്ട്രീമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ സ്ക്രീനുകൾ നമുക്ക് വലുതായിട്ട് കാണിക്കും. അതിൽ വലിയ നമുക്ക് ഇച്ചിരി ഇപ്പോൾ പ്രായമായവർക്കൊക്കെ നമ്മൾ ടി വിയുടെ ചാനൽസ് നമുക്ക് വലിയ അക്ഷരത്തിൽ നമുക്ക് ദൂരെ നിന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു നല്ലൊരു ഗുണമാണ് എയർടെൽ എക്സ്ട്രീം ബോക്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എയർടെൽ എക്സ്ട്രീം ബോക്സാണ്. എനിക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും സുഖവും സൗകര്യവും രസവും മറ്റുള്ള DTHനെ അപേക്ഷിച്ച് നല്ല പിക്ചർ ക്ലാരിറ്റി ഇതിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇനി നമ്മൾ മറ്റേ ജിയോയുടെ ആ സെറ്റ് ബോക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പിക്ചർ ക്ലാരിറ്റി ഉള്ള ബോക്സാണ്. പക്ഷേ നമുക്കതിനകത്ത് ഈ ടി വി ചാനൽസുകളുടെ ആ ലിസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ഈ റിമോട്ടിനകത്ത് റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് ചാനൽസുകൾ വളരെ ചെറിയ അക്ഷരത്തിലാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ ഒരു പോരായ്മ ഇതിലുണ്ട്.
പിന്നെ നമ്മൾ മറ്റ് ഏഷ്യാനെറ്റൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പോരായ്മ ഈ ഒരു ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴിയാണ് നമുക്ക് ഏഷ്യാനെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ കറങ്ങി നിന്നിട്ട് കുറച്ച് സമയം നമുക്ക് ഡിലേ വരും. പിക്ചർ ക്ലാരിറ്റി ഒന്നും രക്ഷയില്ല, നല്ല സൂപ്പർ പിക്ചർ ക്ലാരിറ്റിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇത്ര ഒരു ചെറിയ ലാഗിങ്ങൊക്കെ ഒരു പ്രശ്നമില്ലാത്തവർക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്. പിന്നെ ബാക്ക് ഇടിച്ചിട്ട് പിന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴി പിന്നെ വീണ്ടും ബാക്ക് വന്ന് പിന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ഓരോ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഫ്രീ ടു എയർ FTA ചാനൽസുകൾ കാണുവാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ചാനൽ നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലവേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ വർക്കാവും. പിന്നെ ചില ആപ്പ് വഴി കയറി പോകുന്ന ചാനൽസുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാ ചാനൽസുകളും കാണാൻ പറ്റും എന്നൊരു പ്രത്യേകതയും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് മാസത്തിൽ 700 രൂപയെങ്കിലും നമുക്ക് മാസം ഇതിനകത്ത് ജിയോ DTH ചാർജ് ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. കാര്യം നെറ്റ്വർക്ക് വഴിയുള്ള ചാനൽസ് ആയതുകൊണ്ട് നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ ചാനൽസുകളെല്ലാം കിട്ടും. പിന്നെ കിട്ടുന്ന ചാനൽസെല്ലാം നല്ല പിക്ചർ ക്ലാരിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്. അത്രയും വരത്തിൽ ഇച്ചിരി പൊടിക്ക് ഒരു കുറവായിരിക്കും, എന്നാലും നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്. DTH വെച്ച്, അതായത് എയർടെൽ HD ബോക്സിനേക്കായി നല്ല പിക്ചർ ക്ലാരിറ്റിയാണ് എയർടെൽ എക്സ്ട്രീം ബോക്സുകൾ. നിങ്ങൾ പിക്ചർ ക്ലാരിറ്റി നോക്കി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒന്നെങ്കിൽ ടാറ്റ സ്കൈയുടെ ബിഞ്ച് പ്ലസിൻ്റെ സെറ്റർ ബോക്സോ അതോ അല്ലെങ്കിൽ എയർടെലിൻ്റെ എക്സ്ട്രീമിൻ്റെ 4K സെറ്റർ ബോക്സോ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിക്ചർ ക്ലാരിറ്റിയാണ് നിങ്ങൾ ഏറ്റവും പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത്. കാര്യം നല്ല പിക്ചർ ക്ലാരിറ്റിയാണ് ഈ 2 ബോക്സിൽ നമുക്ക് ലഭ്യമാകുന്നത്. കൈരളി TV അങ്ങനെ നമുക്ക് ചാനൽസുകളെല്ലാം നമുക്ക്, പക്ഷേ ഇതിനകത്ത് എല്ലാ ചാനൽസും കാണാൻ സാധിക്കത്തില്ല. നമുക്ക് പാക്കേജുകളിനകത്തുള്ള ചാനൽസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എയർടെൽ എക്സ്ട്രീം ബോക്സാണ്. കാര്യം മറ്റേ സൂര്യയുടെയൊക്കെ ആയാലും അതൊക്കെ അങ്ങനെ നമുക്ക് ഒരു കാണാനുള്ളൊരു ചെറിയൊരു ഇത് ആപ്പ് വഴി കയറി പോകുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. ഈ ജിയോ ബോക്സ് ഞാൻ 3 മാസത്തേക്കാണ് റീചാർജ് ചെയ്യുന്നത്. അതിപ്പോൾ 3 മാസം ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനത് തിരിച്ച് റിട്ടേൺ കൊടുക്കുകയാണ്. 3 മാസം കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ 3 മാസത്തിന് ശേഷം നമ്മൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ അവർ സാധനം വന്ന് ഐറ്റം വന്ന് എടുത്തുകൊണ്ട് പോകും. അത്രയുള്ള എൻ്റെ കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. 3 മാസം ചിലപ്പോൾ 3.5 മാസം നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കട്ടൊന്നും ആകത്തില്ല, പക്ഷെ അവരതിന് ശേഷം വന്ന് വിളിച്ച് ഈ സാധനം കൊണ്ടുപോകും. ഇപ്പം നാളെ മറ്റന്നാളെ അങ്ങനെ എൻ്റെ ജിയോ സെറ്റ് ബോക്സ് ഞാൻ റിട്ടേൺ കൊടുക്കും. എനിക്ക് അത്ര ഒരു രസമായിട്ട് തോന്നിയില്ലാത്തത് കൊണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമായ എല്ലാ ചാനൽസുകളും കാണണമെന്നുള്ളവർക്ക്, എല്ലാ കംപ്ലീറ്റ് ചാനൽസുകളും കാണണമെന്നുള്ളവർക്ക് ജിയോ നല്ല ഒരു മികച്ചൊരു ഓപ്ഷനാണ്. കംപ്ലീറ്റ് ചാനൽസുകളും ഏകദേശം 1000-ഓളം ചാനൽസുകൾ ഇതിനകത്തുണ്ടെങ്കിൽ എല്ലാ ചാനൽസും നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിലെ എല്ലാ ചാനൽസും ഇതിനകത്തുണ്ട്. കൈരളി V, അമൃത, സൂര്യ TV, സൂര്യ കോമഡി, സൂര്യ, അങ്ങനെ ന്യൂസ് 18 കേരളം, ജയ്ഹിന്ദ്, കംപ്ലീറ്റ് വാർത്താ ചാനൽസിൽ ഉൾപ്പെടെ എല്ലാ ചാനൽസും നമുക്ക് ഇതിനകത്ത് ലഭ്യമാകും. ഉള്ളതെല്ലാം നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്, അതിനകത്തൊന്നൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വിഷയം മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യയുടെ ചാനൽസുകൾ, അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ ചാനൽസുകളും, പിന്നെ അതുപോലെ കേരളത്തിൻ്റെ ചാനൽസുകൾ, ഇതെല്ലാം നമുക്ക് അവരുടെ ആപ്പ് വഴിയേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് ഒരു ചെറിയൊരു താമസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എനിക്കൊരു അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് റിട്ടേൺ കൊടുക്കുകയാണ്. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അതുപോലെ പിന്നെ ഈ അക്ഷരങ്ങൾ ചെറുതാണ്. അക്ഷരം നമ്മൾ ദൂരെ നിന്ന്, നമുക്ക് ഇത്രയും ദൂരത്തിൽ നിന്നൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് അത് വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞാൻ ഈ ജിയോ ഡിജിറ്റൽ ബോക്സ് ഞാൻ റിട്ടേൺ കൊടുക്കുന്നത്. അല്ലാതെ ബാക്കി പിക്ചർ ക്ലാരിറ്റിയിലോ നമുക്കൊന്നും യാതൊരു കുഴപ്പമില്ല. അതുപോലെ മറ്റേ ആപ്ലിക്കേഷനൊക്കെ ക്വിക്കായിട്ട് നമുക്കെല്ലാം ചെയ്യും. പിന്നെ അതുപോലെ സിനിമ കാണുന്നവർക്കാണ് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷനാണ്. സിനിമകൾ നമുക്ക് ഇതിനകത്ത് എല്ലാ സിനിമകളും ഇപ്പോൾ 700 പാക്കേജിനകത്ത് ആമസോൺ പ്രൈം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മിക്ക മറ്റേ OTT ആപ്പുകളിനകത്ത് നമുക്ക് ലഭിക്കും. ഇത് ഞാൻ കാണിച്ചു തരാം. ഹോം എടുക്കട്ടെ. ഹോം എടുക്കുമ്പോൾ നോക്കുക, ഇതിനകത്ത് ജിയോ സിനിമ, ജിയോ ലൈവ് TV വർക്ക് ആകത്തില്ല, ജിയോ സാവൻ, പിന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് കിട്ടത്തില്ല, ആമസോൺ പ്രൈം കിട്ടത്തില്ല 700 പാക്കേജിനകത്ത്. യൂട്യൂബ്, C5, സോണി ലൈവ്, സൺ നെക്സ്റ്റ്, ഇതൊക്കെ കിട്ടും. അത് ഇത്ര സിനിമകളൊക്കെ കാണാൻ പറ്റുന്നവർക്ക്, കാണണമെന്നുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്.
പിന്നെ ഇപ്പോൾ നല്ല സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും വലിയ ഒരു അതിനോട് എനിക്ക് അത്ര വലിയ ഇതല്ലാത്തത് കൊണ്ടാണ് നമുക്ക് റിട്ടേൺ കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഈ ഒരു പ്രശ്നമാണ് ചെറിയ അക്ഷരം. പിന്നെ ഏഷ്യാനെറ്റൊക്കെ കാണാനൊക്കെ ഒരു ലാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വഴി പോയി കാണുന്ന ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ക്വിക്ക് നമുക്ക് ഇത് കിട്ടത്തില്ല, ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്നി ഹോട്ട്സ്റ്റാറൊക്കെ വഴി ഇതുപോലെ നല്ല നല്ല സിനിമകൾ നമുക്ക് അടിപൊളി പിക്ചർ ക്ലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് ആദ്യത്തെ ഒരു ക്രേസ് കാണും, അതേ ഉള്ളൂ. പിന്നീട് നമുക്ക് അത്ര വലിയ ഞാനിത് ഇത്രയും എടുത്തിട്ട് തന്നെ ഞാൻ 7-8 സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം കൊള്ളാവുന്ന സിനിമകൾ ഇല്ല, അതുകൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എയർടെലിൻ്റെ ബോക്സാണ്. എയർടെലിൻ്റെ ബോക്സിൻ്റെ ഹോം മെനു ഇങ്ങനെയാണ്. എയർടെല്ലിൽ നമുക്ക് ധാരാളം ഓഫർ കിട്ടും. ഒരു മാസത്തേക്ക് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഓഫറുകൾ എയർടെലിനകത്ത് കിട്ടും. ഏകദേശം ഒരു വർഷത്തേക്ക് മറ്റേ 1000 ചില്ലറ രൂപയ്ക്കൊക്കെ നമുക്ക് 2000 രൂപയ്ക്കൊക്കെ 2 വർഷത്തേക്കുള്ള പാക്കേജ് ഓഫറുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. 2 വർഷത്തേക്ക് 2 വർഷം 2000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കാണുന്ന പാക്കേജുകളൊക്കെ നമുക്ക് എയർടെല്ലിൽ കിട്ടും. ഒരു മാസം 2 മാസമൊക്കെ റീചാർജ് ചെയ്തിരിക്കുന്ന ബോക്സുകൾക്ക് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 6 മാസത്തേക്ക് 500 രൂപയ്ക്കോ 600 രൂപയ്ക്കോ കണ്ടാണ് 500 രൂപയ്ക്കാണ് ഞാൻ ചെയ്തത്. 6 മാസത്തേക്ക് 500 രൂപയ്ക്ക്. അതിനകത്ത് നമുക്ക് ആമസോൺ പ്രൈം നമുക്ക് ലഭിക്കും. പ്രൈം വീഡിയോ നമുക്ക് 6 മാസത്തേക്ക് നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. ആ ഒരു പാക്കേജാണ് ഞാൻ ചെയ്തേക്കുന്നത്. ആമസോണിലുള്ള സിനിമകളൊക്കെ നമുക്ക് OTT ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൽ ഈ സിനിമകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന സിനിമകളാണ്. ഇതൊക്കെ നമുക്ക് 6 മാസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നേക്കുന്നത്. 600 രൂപയ്ക്ക് 6 മാസം ചാനൽസുകൾ, മിക്ക ചാനൽസുകളും ഉണ്ട് മലയാളത്തിൻ്റെ. പിന്നെ എക്സ്ട്രാ ചാനൽസുകൾ, കുറച്ച് ചാനൽസുകൾ കുറവുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പൈസ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് സിനിമകൾക്ക് നല്ല മികച്ച പിക്ചർ ക്ലാരിറ്റിയുള്ള DTH സെറ്റ് ബോക്സുകൾ വെച്ച് നമുക്ക് ഏറ്റവും നല്ലത് എയർടെൽ സ്ട്രീമോ അല്ലെങ്കിൽ ടാറ്റാ സ്കൈ ബിഞ്ച് പ്ലസ് ഉണ്ട്. ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോകോൺ DTH ഡിഷ് ടിവിയുടെ ആൻഡ്രോയിഡ് ബോക്സുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ സണിൻ്റെ 4K ബോക്സ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ടാറ്റാ സ്കൈയുടെ എയർടെലിൻ്റെ 4K ബോക്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും നല്ല മികച്ച പിക്ചർ ക്ലാരിറ്റിയാണ്. അവരുടെ സാധാരണ HD സെറ്റ് ബോക്സിനേക്കായി മികച്ച പിക്ചർ ക്ലാരിറ്റിയാണ് ടാറ്റാ സ്കൈ വിഞ്ച് പ്ലസിനും അതുപോലെ എയർടെൽ എസ്റ്റിമിൻ്റെ 4K ബോക്സുകളും. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു.